ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ മുൻപ് ഇഡ്ഡലിയുടെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ചട്നിയുടെ റെസിപ്പി കൂടി ഒന്ന് പറഞ്ഞു തരുമെന്ന് കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ ചട്നിയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കൊക്കനട്ട് ഗാർലിക് ചട്നിയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോണത്. ഇത് അപ്പത്തിനായാലും ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞാരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ടിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും സമയം കളയേണ്ട, നമ്മൾ ചട്നി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അപ്പോൾ നമ്മൾ ചട്നി അരച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ ഈ ചട്നിയിലെ മെയിനായിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ 4 അല്ലി, അത്യാവശ്യം വലിപ്പമുള്ള 4 അല്ലി വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാനിവിടെ ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി കണ്ടില്ലേ, വളരെ ചെറിയ പീസ് മതി, ഒരുപാടൊന്നും വേണ്ട. ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാ മുളക് പൊടി ഒരു 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ പച്ചമുളക് അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. പച്ചമുളകോ മുളക് പൊടി നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചട്നി നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചട്നിയുടെ ഒരു തിക്നെസ് ഇതാണ് കേട്ടോ. ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളമൊഴിച്ച് ലൂസാക്കരുത്. ഇതുപോലെ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മളെ ചട്നി ഉണ്ടാവാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചട്നി ആദ്യം അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ചട്നി ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് താളിക്കാനായിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് മൂത്തൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനൊരു 2 ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കമുളകും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പണി കഴിഞ്ഞു. നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക വേണ്ടു. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ നമ്മുടെ ഈ ഒരു ചട്നിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ഉള്ളോട്ട് നമ്മളെ ചട്നിയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ. ഇത് നമുക്ക് ദോശയുടെ കൂടി ഇഡ്ഡലിയുടെ കൂടി അപ്പത്തിൻ്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല സ്മെല്ലാണ്. ഇത് എത്രത്തോളം തിക്കാക്കിയിട്ടുള്ള ചട്നി ആക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങ ഒക്കെ എടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള അടിപൊളി റെസിപ്പികളും ടിപ്സുകളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെയും നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്